ഹലോ, ഈദ് മുബാറക്. അപ്പോൾ എല്ലാവരുടെയും ഈദ് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞില്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഈദിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഞങ്ങളിതാ രാവിലെ ഇറങ്ങിയതാണ്, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ എത്തിയതാണ്. പെരുന്നാൾ നിസ്കാരത്തിന് വന്നതാണ് കേട്ടോ. ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിതാ വേഗം ഉള്ളിലോട്ട് കയറുകയാണ്. സമയം ആയിട്ടുണ്ട്, ഇനി 5 മിനിറ്റും കൂടിയേ ഉള്ളൂ ബാക്കി. എല്ലാവരും ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിതാ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. ഇതാ ടാനി എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. അവന് കൂട്ട് ആളുകളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ കുട്ടികളുണ്ട് ഇവിടെ. ഇതാ അവൻ്റെ അതേപോലെ കന്തൂറൊക്കെ ഇട്ടിട്ട് വേറെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതാ അവരെ എൻജോയ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇവിടെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ അവിടെ ബലൂൺ കിട്ടിയപ്പോൾ അവൻ ഹാപ്പി ആയിട്ട് അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങളിതാ നിസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങളിതാ ഒരു ഡൊണേഷനായിട്ട് അവർ കുറച്ച് ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വാങ്ങിച്ചത് ഇതാ ഡെസേർട്ടും സ്വീറ്റ് റൈസും ഒരു കോഫിയും വാങ്ങിച്ചു. $10 ആയിട്ടുള്ളൂ. ഇത് നമ്മൾ ഡൊണേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിവിടെ ഫുഡ് കൊടുന്ന് വെക്കുന്ന കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ഫ്രൈഡേസിലും ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇതായിട്ട് അവർ സ്പെഷ്യൽ ഫുഡ് വെച്ചിട്ടുണ്ട്. നല്ല കോഫിയും ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ കുറേ ആളുകളൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും ഇവിടെ നിന്നിട്ട് ഫാമിലി പിക്സ് ഒക്കെ എടുക്കാൻ നിൽക്കുകയാണ്, നാട്ടിലേക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഈദിൻ്റെ ആ ഒരു ഇതൊക്കെ നാട്ടിലുള്ള ആ ഫീലൊക്കെ ശരിക്കും വന്നു കേട്ടോ. ഫാമിലി ആയിട്ട് നമ്മൾക്ക് എല്ലായിടത്തും പോകുന്ന ആ ഒരു ഇതേ മാത്രമേ നമുക്ക് ഇവിടെ മിസ്സിങ് ഉള്ളൂ. പിന്നെ ഇതാ ടാനിക്ക് ഇവിടുന്ന് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഇവിടെ ചോക്ലേറ്റ്സ് ഒക്കെ വരുന്നവരൊക്കെ കൊടുക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ഇതാ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നേരെ പോയത് നയഗ്ര ഫോൾസിന്റെ അടുത്തോട്ടാണ് കേട്ടോ. ഇത് ഈ കാണുന്നത് നയഗ്ര ഫോൾസ് ആണ്. അതിലോട്ടുള്ള വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഫോൾസിന്റെ വേറെ ഒരു സൈഡാണ് ഇത്. ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ വെള്ളം ഭയങ്കരമായിട്ട് കുത്തി ഒലിച്ച് വരുന്ന പോലെ ഉണ്ട്. ഭയങ്കര സൗണ്ടൊക്കെ ആയിട്ട് ശരിക്കും നമുക്കിത് കാണുമ്പോൾ തന്നെ പേടിയാവും. നല്ല ആഴാണ് കേട്ടോ ഈ ഫോൾസിൽ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ കാണാൻ. അപ്പം ഞങ്ങളിത് ജസ്റ്റ് ഒക്കെ ഒന്ന് ഇവിടെ ഇറങ്ങി ഒന്ന് കാണുന്നേ ഉള്ളൂ. ഈ ഫോൾസിൻ്റെ ഈ സൈഡിലൊക്കെ ഒന്ന് ഞങ്ങൾ ജസ്റ്റ് ചുറ്റി തിരിഞ്ഞ് നടക്കുന്നേ ഉള്ളൂ. കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ. രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിതാ ടാനി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അവന് നമ്മൾ എടുക്കുന്നതൊന്നും വലിയ താല്പര്യമില്ല. അവന് ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നതൊക്കെയാണ് ഇഷ്ടം. ടാനി അവൻ്റെ കാക്കാർ വന്നതിന് ശേഷം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവന് എല്ലായിടത്തേക്കും അവർ കൊണ്ടുപോകുന്നവൻ തന്നെ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അവരുടെ കൂടെ പോവാനൊക്കെ. ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. നമുക്ക് മുകളിലാണ് പാർക്കിംഗ് ഉള്ളത്. അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്കിതാ ഈ ഫോൾസ് വരെ ഇത്രയും നടക്കാനുണ്ട്. പക്ഷെ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. ചുറ്റും ഫുള്ള് റെസ്റ്റോറൻറ്റ്സും പിന്നെ കുറേ റൈഡുകളും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഒരു ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ റൈഡിലൊന്നും കയറാൻ പറ്റൂല കേട്ടോ. നമുക്ക് കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ കുറേ ഷോപ്പുകളുണ്ട്, കുറേ സൊവനിയേഴ്സിൻ്റെ ഷോപ്പുകളുണ്ട്. ഇവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ, ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ്. ഫുഡ് കഴിക്കാൻ തോന്നിയാൽ ഞങ്ങൾ ആദ്യം വരുന്നത് ഇങ്ങോട്ടായിരിക്കും. പിന്നെ വേറെ കുറേ സ്റ്റോറുകൾ ഇവിടെ കാണാം. പക്ഷെ ഞങ്ങൾ എപ്പോഴും വരാറ് ഇവിടെ തന്നെയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഫ്രീ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങലുണ്ട്. കാരണം ഇവിടെ കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ.
ഈ കാണുന്നത് ഗോകാട്ടാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഇതിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എന്തായാലും വരുന്ന ദിവസം ഇതിൽ കയറണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ജസ്റ്റ് ഇവിടെ കാണുന്നേ ഉള്ളൂ. ഞങ്ങളിതാ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. നമുക്ക് ഫോൾസിൻ്റെ ആ ഒരു സൈഡിൽ മൊത്തമായിട്ട് ഈവനിങ് ഒരുപാട് റൈഡുകളുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ജസ്റ്റ് റൈഡൊന്നും കാണുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ എല്ലാം കുട്ടികൾക്ക് ജസ്റ്റൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇവിടെ രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഒട്ടും തിരക്കില്ല. പക്ഷെ നമുക്ക് വീക്കെൻഡിലോ അല്ലെങ്കിൽ രാത്രിയൊക്കെ ഇവിടെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇതാണ് സ്കൈ വീൽ എന്ന് പറഞ്ഞ ഇതിൻ്റെ പുറത്തുനിന്നുള്ള ഒരു വ്യൂ ആണിത്. ഞാൻ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിതിൽ കയറിയിട്ടുള്ള. പക്ഷെ അന്ന് എനിക്ക് നല്ലൊരു വ്യൂ ഒന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അന്ന് നല്ല ഫോഗായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് ഗോൾഫ് ഹൗസാണ്. ഇതിൽ നമുക്ക് ഗോൾഫ് കളിക്കാൻ കയറാം. ഇനിയിപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇതിനുള്ളിൽ കയറിയാൽ നമുക്ക് ഗോൾഫ് കളിക്കാൻ പറ്റും. പക്ഷേ ഇതുപോലെ അവർ ഒരുപാട് ഡൈനോസേഴ്സിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അട്രാക്റ്റീവായിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഒരുപാട് ഡൈനോസേഴ്സിനെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഇവിടെ ഒരു വെൻഡിങ് മെഷീൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. നമുക്ക് കോയിൻസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് കുടിക്കാം. പിന്നെ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷന്. രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് തന്നെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഞാൻ ഇന്നലെ ചിക്കനൊക്കെ മസാല ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അൽഫാമിനുള്ള മസാലയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് എനിക്കത് ബേക്ക് ചെയ്യാനാണ് വിചാരിക്കുന്നത്, ഓവനിൽ ബേക്ക് ചെയ്യാൻ. പിന്നെ അത് നെയ്ച്ചോറ് ഉണ്ടാക്കണം വീട്ടിൽ ചെന്നിട്ട്. കറി ഇന്നലെ രാത്രി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡെസേർട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ചെന്നിട്ട് പായസം ഉണ്ടാക്കാനുണ്ട്. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇനി നേരെ വീട്ടിൽ പോവുകയാണ് ഞങ്ങൾ. ഞാൻ ഉണ്ടാക്കുന്ന സേമിയ പായസമാണ് കേട്ടോ. ഇതാവുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. പിന്നെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കറിയും ആയിട്ടുണ്ട്. ഇന്നലെ രാത്രി സെമി ഉണ്ടാക്കി തന്നതാണ് കേട്ടോ ഈ മട്ടൻ കറി. ഇനി ഇത് തേങ്ങാപ്പാൽ ഒഴിക്കാനുണ്ട്. പിന്നെ റൈത്ത ഉണ്ടാക്കണം. പിന്നെ പപ്പടം പൊരിക്കാനും കൂടി ഉണ്ട്. ഇനി ഫുഡ് വിളമ്പാം. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. ഞാൻ അൽഫാം ആദ്യമായിട്ടാണ് കേട്ടോ ഓവനിൽ ബേക്ക് ചെയ്യുന്നത്. ഞാൻ പാനിൽ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ചാർക്കോളിട്ട് ചെയ്യാറാണ്. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. പക്ഷേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് ഓയിൽ ഫ്രീ ആണ്, ശരീരത്തിന് നല്ലതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ലതാണ്. ഫുഡൊക്കെ കഴിച്ചതാ ഞങ്ങൾ ഇനി പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. ടാനിയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാണ്ടായിരുന്നു. പക്ഷെ അവൻ നിന്ന് തരുന്നില്ല. അവനിതാ പുറത്തിറങ്ങി നല്ല കളിയാണ്. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളിതാ ബാക്ക് യാർഡിൽ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ബാക്ക് യാർഡ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടെ ഇപ്പോൾ സമ്മർ ആയി തുടങ്ങിയിട്ടുണ്ട്. സമ്മർ ആയി തുടങ്ങുമ്പോൾ ഞങ്ങൾ നമ്മളെ ബാക്ക് ഏരിയയും അതുപോലെ ഫ്രണ്ട് ഏരിയയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. പുല്ല് വീക്കിലി വൺസ് ഞങ്ങൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒന്ന് പുല്ല് കട്ട് ചെയ്യും. ഇവിടെ സമ്മർ ആകുമ്പോൾ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി വൈകുന്നേരം നേരം ഒന്ന് ചില്ല് ചെയ്തിരിക്കും. എന്തായാലും ഇത്തവണത്തെ സമ്മർ ഞങ്ങൾ ഈ വീട് എടുത്തതിന് ശേഷമുള്ള ഫസ്റ്റത്തെ സമ്മറാണ് കേട്ടോ. ഇത്തവണത്തെ സമ്മർ എന്തായാലും ഞങ്ങൾ കുറച്ച് പച്ചക്കറികളും ചെടികളൊക്കെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ടാനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ. ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇടയ്ക്കൊക്കെ നല്ല വെതർ ആകുമ്പോൾ അവന് പുറത്തിറക്കാറുണ്ട്. ഇവർ ബാക്ക് യാർഡിൽ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ആളെ കിട്ടില്ല. അവനിത് ഇങ്ങനെ ബോളൊക്കെ വെച്ച് നല്ല കളിയാണ്. അപ്പോൾ ഇവർക്ക് കുട്ടികൾക്ക് ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ വെക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ എപ്പോഴും അതുപോലെ പുറത്തിറക്കാറുണ്ട് ആളെ. ഇനി ഇവിടെ സമ്മർ ആകുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. എല്ലാവരും ഫുള്ള് പുറത്തായിരിക്കും, ബാക്ക് യാർഡിൽ തന്നെ ആയിരിക്കും മിക്കവരും ഇരിക്കുക. ഞങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് കഴിഞ്ഞു കേട്ടോ. നല്ല ഫുഡ് കഴിച്ചു,
പിന്നെന്താ പെരുന്നാൾ നിസ്കാരത്തിന് പോയി, ഫാമിലി ആയിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തു. അതാണല്ലോ മെയിൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ നാട് ശരിക്കും എനിക്ക് മിസ് ചെയ്തു. ഇങ്ങനത്തെ ഒരു ദിവസത്തെ ശരിക്കും എനിക്ക് മിസ് ചെയ്യാറുണ്ട് കേട്ടോ. നാട്ടിലെ എല്ലാവരും ഒത്തുകൂടുന്നതും റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുന്നതും അതൊക്കെ ശരിക്കും മിസ് ചെയ്യും. പിന്നെ നമുക്കിവിടെ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ നമ്മളെപ്പോഴും പോവാറുണ്ട്, അതേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇതിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.